നസീർ, എന്തൊക്കെയാണ്? സുഖല്ലേ? എങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോണില്ലേ? നമ്മൾ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നമ്മളുടെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളൊക്കെ ഇപ്പോൾ KMCC-യുടെ പ്രവർത്തകരാണ്. അബുദാബിയിലായാലും ദുബായിലായാലും GCC കൺട്രിയിൽ എവിടെയായാലും നമ്മളുടെ ലക്ഷ്യം ഒന്നാണ്. നമുക്ക് പിന്നെ MP, MLA, മന്ത്രി അതൊന്നും ആവലല്ല നമ്മളുടെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ നമ്മൾ ആവണം. അതൊക്കെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വഴികളാണ്, ചവിട്ടുപടികളാണ്. അല്ലേ? നമ്മളുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനമാണ്. അതായത് സലഫി പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം, അതാണ് നമ്മളുടെ ലക്ഷ്യം. മനസ്സിലായ? ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ് മുസ്ലിം ലീഗ്, അതുപോലെ MP, MLA, മന്ത്രി, അതൊക്കെ KMCC ഒക്കെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മളുടെ നേതാക്കൾ ഇപ്പം കേരളത്തിൽ ഈ പിന്നെ വഹാബി പ്രസ്ഥാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട നമ്മളെ നേതാക്കൾ, നമ്മളുടെ സീതി സാഹിബ്, KM മൗലവി, അതുപോലെ MK ഹാജി പോലത്തെ ആളുകൾ നമ്മളുടെ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ തടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കേരളത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം വരുന്ന സുന്നികൾ നമ്മളെ അതികഠിനമായി എതിർത്ത് അവർ ഒരു തർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞ ഒരു 6 കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വഹാബി പ്രസ്ഥാനം വളരാതിരിക്കാൻ വേണ്ടിയിട്ട്. തർക്കുൽ മുവാലാത്ത് 6 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? വഹാബിനോട് സലാം ചെല്ലാൻ പാടില്ല, അവർ സലാം ചൊല്ലിയാൽ മടക്കാൻ പാടില്ല, അവർ രോഗികളായാൽ കാണാൻ പോവരുത്, മരിച്ചാൽ പോവരുത്, ഈ വഹാബിൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കെട്ടിക്കരുത്, വഹാബിൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരരുത്. ഇത്തരത്തിലുള്ള 6 കാര്യങ്ങൾ സുന്നികൾ നടപ്പിൽ വരുത്തി. നമ്മൾ ആകെ ഒറ്റപ്പെട്ട്, ഒരു മനുഷ്യനെ കണ്ടാൽ മിണ്ടൂല, ഒരു കല്യാണത്തിന് ക്ഷണിക്കൂല, ആകെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വലിയൊരു വേവലാതി നമ്മളുടെ നേതാക്കൾക്കുണ്ടായി. അപ്പോഴാണ് നമ്മളെ നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാ വിഭാഗം ആളുകളും കൂടും. അപ്പം നമുക്ക് ഈ തർക്കുൽ മുവാലത്തൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വളർത്താൻ കഴിയുമെന്ന് വളരെ തന്ത്രശാലികളായ നമ്മളുടെ നേതാക്കൾ എടുത്ത തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. KM മൗലവിയും സീതി സാഹിബും MK ഹാജി പോലത്തെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചു. അപ്പോഴും നമുക്ക് മുസ്ലിം ലീഗ് പിന്നെ വഹാബികളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും പിന്നാലെ കൂടിയില്ല, ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. കുറേ കാലം അങ്ങനെ പ്രവർത്തിച്ചു. അപ്പോഴും നമ്മളെ നേതാക്കൾ വളരെ എന്താ പറയുക, പിന്നെ വളരെ ആഴത്തിൽ ചിന്തിച്ചു, കൂർമ്മ ബുദ്ധിയോടുകൂടി ചിന്തിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് അരിക്കച്ചവടം ചെയ്തിരുന്ന ബാഫക്ക് തങ്ങളെ നമ്മളെ മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ബാഫക്ക് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്ത്? നമ്മളെ നേതാക്കളൊക്കെ ബാക്കിൽ കണ്ട് മാറി. പിന്നെ നമ്മൾക്ക് പിന്നെ രാഷ്ട്രീയ ആയിരുന്നില്ല അന്ന് വലുത്. നമുക്ക് പറഞ്ഞാൽ മുസ്ലിം വഹാബി പ്രസ്ഥാനം വളർത്തുക, സലഫി പ്രസ്ഥാനം വളർത്തുക എന്നായിരുന്നു അന്ന് നമ്മളുടെ ലക്ഷ്യം. അതായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തേക്ക് ബാഫക്ക് താങ്കളെയും കുറച്ച് ആളുകളെയാണ്ട് ആക്കി. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പിന്നെ വോട്ട് തേടാനും നോട്ടീസ് ഒട്ടിക്കാനും സ്റ്റേജ് കെട്ടാനും അതുപോലെ സിന്ദാബാദ് വിളിക്കാനും പ്രകടനത്തിൽ എല്ലാ പ്രവർത്തനത്തിനും സുന്നി ആളുകളെ അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. സുന്നി അവർ വിവരം കുറഞ്ഞ കുറേ പൊട്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ, അവരങ്ങനെ നാൽക്കാലികളെപ്പോലെ അവരങ്ങനെ അധ്വാനിക്കും. നമ്മളോട് പറഞ്ഞാൽ മതി, അവരങ്ങനെ ഇത് നമ്മളെ പാർട്ടി തന്നെയാണ്, ഇസ്ലാം ആണെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അവരങ്ങനെ പ്രവർത്തിക്കും. നേതാക്കളെ അങ്ങനെ അപ്പോഴും നമ്മളെ സലഫി ആളുകൾ വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി അവർ ചിന്തിച്ചു. ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ വഹാബി നേതാക്കൾ നമ്മളുടെ ആളുകളായിരുന്നു. അങ്ങനെയാണ് സീതി ഹാജി, CH, പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് നമ്മളെ സലഫി നേതാക്കൾ മത്സരിക്കുക, MLA, MP, മന്ത്രിയൊക്കെ നമ്മളെ ആളുകളാവുക. എന്നാലാണ് നമുക്ക് പ്രസ്ഥാനം വളർത്താൻ കഴിയുള്ളൂ. സുന്നി സമൂഹം അവരെങ്ങനെ പണിയെടുക്കുക, നമ്മുടെ നേതാക്കളാവുക. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അന്ന് നമ്മളുടെ നേതാക്കളുടെ കൂർമ്മ ബുദ്ധി കൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയത്.
അന്ന് 15ഓളം സുന്നി പള്ളികളാണ് നമ്മൾ ആളുകൾ കൈക്കലാക്കിയത് വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലൂടെ MP MLA ആയിട്ട്. സുന്നി പള്ളികൾ, അവര് ആരാധിച്ചിരുന്ന പള്ളികൾ നമ്മൾ പോയിട്ട് നമ്മൾ പിടിച്ചടക്കാണ്. 10% ഉണ്ടായിരുന്നു നമ്മൾ പിടിക്കണം. എങ്ങനെ പിടിച്ച്? ഭരണത്തിലിരിക്കുന്നത് നമ്മളെ ആളുകളായിരുന്നു. MP MLA മന്ത്രിയൊക്കെ നമ്മളെ ആളുകളാണ്. നമുക്ക് സപ്പോർട്ട് വഖഫ് ബോർഡിൽ നമ്മളെ ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പിടിച്ചത്. ഇപ്പം മൊഹീദ്ദീൻ പള്ളി, നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ് മൊയ്തീൻ ഷെയ്ഖ്. ആ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരുള്ള മൊഹീദ്ദീൻ പള്ളി, കോഴിക്കോടുള്ള പള്ളി നമ്മൾ പിടിച്ച്. പട്ടാളപ്പള്ളി, ഒരുപാട് പള്ളികൾ. അതുപോലെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ഉള്ള 12ഓളം ഓറിയന്റൽ അറബി കോളേജ് ഗവൺമെന്റിൽ നമ്മൾ വില പേശിയിട്ട് വഹാബി പ്രസ്ഥാനക്കാരായ നമ്മൾ നേടിയെടുത്ത്. 12-15ഓളം അറബി കോളേജുകൾ. ആ അറബി കോളേജുകൾ മൊത്തം വഹാബി പ്രസ്ഥാനക്കാരായ നമ്മളുടെ സിലബസ്, നമ്മളുടെ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ വഹാബി കോളേജിൽ 80% സുന്നികളാണ് പഠിക്കുന്നത്. ആ സുന്നികളായ വിദ്യാർത്ഥികളെ നമ്മളെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളായി നിന്ന് നമ്മൾ വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ MP യും MLA യും മന്ത്രി ആയതിന്റെ പേരിലാണ് നമുക്ക് ഈ ഇത്തരം കോളേജുകൾ കിട്ടിയത്, ഇത്തരം പള്ളികൾ നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റിയത്. ഇന്നും 90% അല്ലെങ്കിൽ 85% വരുന്ന സുന്നികൾ വോട്ട് നേടിയിട്ട് MP MLA മന്ത്രിയൊക്കെ ആകുന്നത് നമ്മളെ ആളുകൾ തന്നെയാണ്. ഇപ്പൊ ET മുഹമ്മദ് ബഷീർ, KN ഖാദർ, അബ്ദുൾ റബ്ബ്, KPA മജീദ്, മുനീർ, KM ഷാജി, സീതേജിന്റെ മകന് ബഷീർ, ഫിറോസ്, എല്ലാവരും വഹാബികളാണ്. ആരാണ് സുന്നിയാളത് ഉള്ളത്? ഒരു തങ്ങളും ഒരു കുഞ്ഞാലിക്കുട്ടി, ഒരു സമാധാനിയുണ്ട്. വേറെ ആരാളുള്ളത്? ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ആളുകളെ സലഫി ആശയക്കാരാണ്. എങ്ങനെയാ കിട്ടി? അതൊക്കെ ഈ ഒരു മുസ്ലിം ലീഗിൽ കൂടിയാണ് നമുക്ക് നേടിയെടുത്തത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയേണ്ടത് എന്താണ് പറയുക, ഈ ഇടതുപക്ഷക്കാരും ദൈവമില്ലാത്ത ആളുകളാണ്, പടച്ചമില്ലാത്ത ആളുകളാണ്, അതുപോലെ എന്ന് നമ്മൾ എപ്പോഴും പറയണം. എന്നിട്ട് ഈ ഇടതുപക്ഷത്തിൽ ആളുകൾ കൂടുന്നത്, മുസ്ലിങ്ങൾ കൂടുന്നത് എങ്ങനെയൊക്കെ നമുക്ക് തടുക്കാൻ പറ്റുമോ തടുക്കണം. പിന്നെ നമ്മളൊക്കെ KMCCന്റെ ആളുകളാണ്. നമ്മളുടെ പ്രവർത്തനം എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ KMCCയുടെ ഒരു യോഗത്തിന് പോയാൽ അവിടെ ഒരുപാട് ആളുകൾ, ഇപ്പൊ നല്ല നല്ല ചുരുക്കുള്ള ഫ്രീക്കൻ ചെക്കന്മാര്, സുന്നി ചെക്കന്മാരുണ്ട് അല്ലെ? അവരായിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പനി ആവണം. അവർ നല്ല കമ്പനി നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുക, നല്ല സംസാരിക്കുക, അവരെ വാട്സപ്പ് നമ്പർ നമ്മൾ വാങ്ങുക. അങ്ങനെ ലീഗിൻ്റെയും KMCCയുടെ നല്ല നല്ല പോസ്റ്റുകൾ അവർക്ക് അയച്ചു കൊടുക്കുക. അതിൻ്റെ അടിയിൽ കൂടി നമ്മളുടെ ആശയങ്ങളുള്ള വീഡിയോകൾ നമ്മൾ അയച്ചു കൊടുക്കണം. ഒരു പക്ഷേ അതൊന്നും അവർ ആദ്യം കാണൂല. അത് കൂടുതലൊന്നും അയച്ച് അവർ വെറുപ്പിക്കരുത്. ഒരാഴ്ചയിൽ ഒന്നൊക്കെ അയക്കുക. അങ്ങനെ എന്ത് ചെയ്ത് നമ്മളുടെ സെൽഫി ക്ലാസ്സുകൾ ഉണ്ടാവുമ്പം ആ ക്ലാസ്സിൽ പതുക്കെ അവരെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ നല്ലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ വെച്ചാൽ നസീർ എന്ത് ചെയ്യുക, വേറെ നമ്മുടെ ആശയത്തിൽപ്പെട്ട ഒരാളെയും കൂടി കൂട്ടുപിടിക്കുക. ആദ്യം ആ വ്യക്തിനെ ആ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുക. നമ്മളുടെ സലഫി ആശയമുള്ള വ്യക്തിനെ ആ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മള് സുന്നിയായ വ്യക്തിക്ക് ടെലിഫോൺ ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ നിയാസിന് ടെലിഫോൺ ചെയ്യുക. നിയാസ് എവിടെ, എന്തൊക്കെയാ, സുഖല്ലേ, ഫ്രീ ആണോ, നമുക്ക് പുറത്തുനിന്ന് പോയാലോ, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അയാളെ വല്ല പുറത്തേക്ക് കൊണ്ടുവരിക. പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ചായക്ക് വാങ്ങിക്കൊടുത്ത്, അങ്ങനെ നീ നമ്മളെ ഈ സലഫി ക്ലാസ്സിന് പോയ അവനക്ക് വിളിക്കുക. എവിടെയോ ഒന്ന് കാണില്ല, എന്താ ചെയ്യുക, എവിടെ ഉള്ളത്, അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ സുന്നീൻ്റെ ആളെ മെല്ലെ കൂട്ടിയിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് ആ ക്ലാസ്സിലേക്ക് പോവുക. ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാസ് നടക്കുകയാണ് ഈ കാരം. അപ്പോൾ നമ്മൾ പോയി അവിടെ സലാമൊക്കെ പറഞ്ഞ് അവിടെ ബാക്കിൽ അവിടെ ഇരിക്കുക. നമ്മൾ ഉദ്ദേശം ഈ നമ്മളെ കൂടെയുള്ള സുന്നിനെ ക്ലാസ് കേൾപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അവിടെ അങ്ങനെ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കും അറിയാം നമ്മൾ കൂട്ടിക്കൊടുന്ന ആള് സുന്നി ആശയക്കാരനാണെന്നുള്ളത് അറിയാം. അങ്ങനെ 2-3 ക്ലാസ് ആണ്ട് കേട്ട് കഴിഞ്ഞാൽ യാദൃശികമായിട്ട് ഈ സുന്നി ആശയക്കാരൻ നമ്മളെ പാർട്ടിയുണ്ട്, നമ്മളെ സലഫി പ്രസ്ഥാനത്തിലേക്ക് വരും. അങ്ങനെ ആസൂത്രിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ, അതായത് സുന്നി ആശയം, അതായത് ഇപ്പം KMCCയിൽ സാറിന് AP-കാരുണ്ടാവില്ല എന്നറിയാലോ. AP-കാർ പൊന്നാര സുഹൃത്ത് AP-കാരനെ പിടിക്കും ചെയ്തിട്ടാ. AP-കാർ അവരെ അങ്ങോട്ട് ആക്കാൻ നോക്കും. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രഗണ്യന്മാരാണ് AP-കാർ. ഒരിക്കലും നമ്മളെ ആശയത്തിൽ കിട്ടാത്തൊരു ടീം AP-കാരാണ്.
അപ്പം ഈ ചേളാരി സമസ്ത ലീഗിന്റെ ആളുകളുണ്ടല്ലോ, അവരെ എത്രയും പെട്ടെന്ന് കിട്ടും. അവർക്ക് വലിയ ആശയത്തിന് ഒരു ഇതൊന്നുമില്ല. അവരിങ്ങനെ കുറെ ജീവിക്കണം, കുറെ രാഷ്ട്രീയത്തിന് പിന്നാലെ ചിന്താ പൊളിക്കണം എന്നല്ലാതെ അവർക്ക് വേറെ ആശയത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും നമ്മളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക. ഒന്ന് രണ്ട് ക്ലാസ് അവരെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ആളാവും. അങ്ങനെ നമ്മൾ ആളായി എന്ന് പറഞ്ഞാൽ അവനെ മെല്ലെ പതുക്കെ നമ്മളാണ്ട് ഒഴിവാക്കി നമ്മളെ ആശയക്കാരനായതിന് ശേഷം ഒഴിവാക്കി അതേപോലെ വേറെ ആളെ പിടിക്കുക. അങ്ങനെ ഒരേ സമയം മൂന്നും നാലും ആളെ നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളുടെ ആശയം നമ്മൾ വളർത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ലീഗാണ്, മന്ത്രിയാണ്, MLA ആണ്, MP അതിലൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് നമ്മളെ ആശയ പ്രചരണമാണ്. ഈ KMCC എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നമ്മളുടെ ആശയം വളർത്താൻ ഒരു ചാൻസും ഇല്ല. ഈ മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആശയം നിലനിൽക്കുന്നത്. ഇപ്പൊ 12 14 കഷ്ണങ്ങളായി പിന്നെ പിരിഞ്ഞിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ വഹാബി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം നിലനിൽക്കൂല. നമുക്ക് ഇപ്പം പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനായി 5 കൊല്ലം കഴിഞ്ഞാൽ, ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള പൈസ തരുന്നത് ഈ MP മാരും MLA മാരും തന്നെയാണ്. നമുക്ക് വേണ്ട കോളേജിലേക്ക് വേണ്ട എല്ലാ സംഗതികളും തരുന്ന ഇവരാണ്. ഇപ്പം ഈ ET മുഹമ്മദ് ബഷീർ, ഖാന ഖാദറും അതുപോലെ MP MLA ആയ മുജാഹിദിന്റെ ആളുകളാണ് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തരുന്നത്. പൈസ കൊണ്ടും എല്ലാം നമുക്ക് തരുന്നത് അവരാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ നമ്മളെ സലഫികൾക്ക് നമുക്ക് നിലനിൽപ്പില്ല. മനസ്സിലായ? അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ എന്തായാലും വേണം, നമ്മൾ പ്രസ്ഥാനം വളരണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വേണം. നമുക്ക് MP MLA മന്ത്രിയും ഒക്കെ ആവുന്നത് നമ്മളെ പ്രസ്ഥാനം വളർത്തുന്ന വേണ്ടിയുള്ള ചവിട്ടുപടിയാണ്. അല്ല നമ്മൾ അധികാരം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, MP MLA ആയിട്ട് ഒന്നൊരു കാര്യം. നമുക്ക് വേണ്ടത് സലഫി പ്രസ്ഥാനം വളർത്തുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 4-5 പ്രാവശ്യം എനിക്ക് വിളിക്കണ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ നിനക്ക് തന്ന്. അപ്പോൾ നീ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കൂടുതൽ എന്നോട് പറയണത്. മനസ്സിലായ? അപ്പോൾ നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും മറക്കരുത് എന്നാണ് അറിയിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.